വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഗൗൺ ആണ്. ഈ ഗൗണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറിന്റെ മെഷർമെന്റ്സ് ഒന്നുമില്ലാതെ ജസ്റ്റ് കസ്റ്റമറിന്റെ ഒരു പിക്ചർ മാത്രം കണ്ടുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത്, അതായത് മെഷർമെന്റ്സ് ഒക്കെ ഗസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഗൗൺ ആണ്. അപ്പം എന്തായാലും നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് വാട്സ്ആപ്പ് നമ്പർ ത്രൂ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നമുക്ക് ഫ്രീ കിട്ടുന്നത് പോലെ നമ്മൾ അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയ അപ്ഡേഷൻസിനൊക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പാറ്റേൺ മേക്കിംഗ് പേപ്പർ. അപ്പോൾ ഞാനൊരു ചെറിയ പീസിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ എക്സാക്റ്റ് മെഷർമെൻ്റ് അല്ല, ഒരു മിനിയേച്ചർ ഫോമാറ്റിലാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിലെ യോക്ക് പീസാണ്. അപ്പം അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഷോൾഡർ എത്രയാണോ ആ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ആം ഹോളിനുള്ള മാർക്കിങ് നമ്മൾ കൊടുക്കുകയാണ്. ആം ഹോളിനുള്ള ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം ആദ്യമേ കർവ് വരയ്ക്കുന്നതിന് മുൻപ് നമ്മളതൊന്ന് ബോക്സ് ചെയ്തതിന് ശേഷം ആ ബോക്സിൻ്റെ ആ കോണിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത ശേഷം അതിനെയാണ് കർവ് ചെയ്ത് വരയ്ക്കുന്നത്. ഇപ്പം ഞാൻ റഫായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എക്സാക്റ്റ് തുണിയിലേക്ക് ചെയ്യുമ്പം അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഗൗണിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ പ്രിൻസസ് കട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് സീം അലവൻസും അതുപോലെ തന്നെ 1/2 ഇഞ്ച് ലൂസും പിന്നെ നമുക്ക് പ്രിൻസസ് കട്ടിന് പോകേണ്ട 1 ഇഞ്ചും കൂടെ കൂട്ടി വേണം. അതായത് ഒരു 2.5 ഇഞ്ച് അഡീഷണൽ നമ്മൾ കൂട്ടി വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇനി നമ്മൾ ബെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഷോൾഡറിൽ നിന്ന് എത്രയാണോ ഇറക്കം വേണ്ടത് അത് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്നും നമുക്ക് സൈഡിലേക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ആം ഹോളിൻ്റെ സെൻറ്ററിലേക്കാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് എക്സാക്റ്റ് ആ കോണിൻ്റെ പാർട്ടിലേക്കല്ല, അതിന് കുറച്ച് മുകളിലായിട്ടായിരിക്കും ഓൾമോസ്റ്റ് വരിക. അപ്പം നമ്മളത് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ബെസ്റ്റ് പോയിൻറ്റിൽ നിന്ന് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് വരയ്ക്കുവാണ്. നമ്മൾ പറഞ്ഞിരുന്നത് നമ്മളത് പ്രിൻസസ് കട്ടായിട്ടാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രിൻസസിൻ്റെ ഷേപ്പ്, അതായത് നമ്മുടെ ആ ഒരു ബസ്റ്റിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ കിട്ടുന്നതിനായിട്ട് നമ്മൾ താഴെ നിന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു 2.5 ഇഞ്ചോളം, അതിപ്പം ഏത് സൈസുള്ള ആളാണെങ്കിലും നമ്മൾ പ്രിൻസസ് ചെയ്യാൻ നേരം 2.5 ഇഞ്ചോളം അഡീഷണൽ ആ ഒരു ഇൻ ബിറ്റ്വീനുള്ള ആ ഒരു പാർട്ട് നമുക്ക് ആവശ്യമില്ല, നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ വേസ്റ്റ് ലൈനിൽ എറൗണ്ട് സൈസ് മാർക്ക് ചെയ്യുമ്പം അതേപോലെ ഒരു 2.5 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തിരിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്ക് മാർക്ക് ചെയ്യുകയാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന ഫ്രോക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഗൗണിൻ്റെ നെക്കെന്ന് പറയുന്നത് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു നെക്കാണ്. പ്രിൻസസ് കട്ടിലുള്ള ഫ്രോക്കുകളൊക്കെ തയ്ക്കുമ്പം എപ്പോഴും കൺഫ്യൂഷനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നതിൽ നിന്നും സൈഡുകളിലേക്ക് ഒരല്പം മെഷർമെൻറ്റ്സ്, അതായത് ഒരു 2-3 ഇഞ്ച് കൂട്ടിയിട്ടതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയ്ക്ക് കുറേ പോർഷൻസൊക്കെ നമുക്ക് പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ സൈഡിൽ നിന്ന് അത് റിക്കവർ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു അഡീഷണലായിട്ട് സൈഡുകളിലേക്ക് നമ്മൾ ഇഞ്ചസുകൾ കൂട്ടിക്കൊടുക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ പ്രിൻസസിൽ നിന്ന്, അതായത് നമ്മുടെ ബെസ്റ്റ് പോയിന്റിൽ നിന്ന് താഴേക്കുള്ള എക്സസ് ഭാഗം കട്ട് ചെയ്തിട്ട് കളയുകയാണ്. ഈ ഒരു പോർഷൻ നമുക്ക് ആവശ്യമില്ല. ഇനി ഞാനിതൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നിവർത്തിയിട്ട് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ടിലെ പീസുകൾ, അതായത് നമ്മുടെ വേസ്റ്റ് വരെയുള്ള 3 പീസുകൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബാക്ക് പീസാണ്. അപ്പോൾ ബാക്ക് പീസിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആ സെൻറ്റർ പാർട്ടിൽ നിന്ന്, ബെസ്റ്റ് പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് പീസിൽ കട്ട് ചെയ്ത് കളഞ്ഞതുപോലെ പോയിൻറ്റിൽ നിന്ന് താഴേക്ക് കട്ട് ചെയ്ത് കളഞ്ഞ ആ ഒരു എക്സസ് പാർട്ട് നമുക്ക് ആവശ്യമില്ല. പിന്നെ അഡീഷണലായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിൽ നമുക്ക് സിപ്പേഴ്സ് വരുന്നുണ്ട്. കാരണം വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള നെക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു 1/4 ഇഞ്ചോളം നമ്മൾ സെൻറ്റർ പാർട്ടിൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സെൻറ്റർ പാർട്ടിൽ ഒരു 1/4 ഇഞ്ചോളം കൊടുത്തിട്ട് ബാക്കി മെഷർമെൻറ്റ് നമ്മൾ ഫ്രണ്ടിലെ സെൻറ്റർ പീസിൻ്റെ പോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സൈഡ് പീസുകൾ, അപ്പോൾ നമുക്ക് സെൻറ്റർ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സിപ്പേഴ്സ് വെക്കേണ്ടതുകൊണ്ടാണ് സെൻറ്റർ നമ്മൾ കട്ട് ചെയ്ത് കാണിക്കുന്നത്.
അപ്പം നമുക്കിനി സൈഡിലേക്കുള്ള പീസുകൾ കട്ട് ചെയ്യാം. പക്ഷേ ഫ്രണ്ടിൽ പ്രിൻസസ് കട്ട് നമ്മൾ ചെയ്തതുപോലെയല്ല, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് മാത്രമേ ഉള്ളൂ. നമ്മളവിടെ അഡീഷണലായിട്ട് എക്സസ് ആയിട്ടുള്ള പാർട്ട്, നമുക്ക് ബസ് പോയിൻറ്റിൻ്റേതുപോലെയുള്ള പാർട്ടുകൾ വരണ്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബസ് പോയിൻറ്റിൽ നിന്ന് നേരെ താഴേക്കാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക് പീസുകൾ വരുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് സ്ലീവ്സാണ്. അപ്പോൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് നമ്മൾ 2 പീസുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രോക്കിന് അല്ലെങ്കിൽ ഒരു ഗൗണിന് സ്ലീവ് വരുന്നത് ഷോർട്ടായിട്ടുള്ളൊരു സ്ലീവാണ്. നമ്മുടെ നോർമൽ സാധാ സ്ലീവ്സ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് നെറ്റ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വീഡിയോ, അതായത് ക്ലോത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം നമുക്ക് കാണാം. ഇനിയിപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുവാണ്. നമ്മൾ നോർമൽ സ്ലീവിനെ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഈ 2 പീസിൽ നിന്ന് നമ്മുടെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുവാണ്. നമ്മുടെ ഗൗണിൻ്റെ ബോട്ടം പാർട്ടിലേക്ക് സാധാരണ ചുരുക്കിയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു പാർട്ട് മാത്രം നമ്മുടെ ഈ ഒരു പാറ്റേൺ മേക്കിംഗ് സെക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നെറ്റിൽ വർക്കുള്ള ഒരു ക്ലോത്തും വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ കസ്റ്റമറിനെ കണ്ടപ്പം അത്യാവശ്യം ഷോൾഡർ വിരിവുള്ള ഒരാളാണെന്ന് തോന്നി, അതുകൊണ്ട് 8 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചാണ്. അതുപോലെ തന്നെ ചെസ്റ്റ് സൈസ് നമ്മൾ ഓൾമോസ്റ്റ് ഗസ് ചെയ്തത് ഒരു 37 ഇഞ്ചസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 9.25 അതേ പ്ലസ് ½ ഇഞ്ച് ലൂസ് വരുമ്പം 9.25, 1 ഇഞ്ച് സീം അലവൻസ് കൂടെ വരുമ്പോഴത്തേക്കിനും 10.25 വരും. അത് പക്ഷേ നമ്മൾ 11 ഇഞ്ചായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ചും കൂടെ കൂട്ടണം. അങ്ങനെ 12 ഇഞ്ച് നമ്മൾ ടോട്ടലിൽ ചെസ്റ്റ് സൈസിൽ മാർക്ക് ചെയ്യുവാണ്. ഇനി നമ്മൾ ആ ഒരു നമ്മുടെ വേസ്റ്റ് കട്ടിങ് വരേണ്ടത് ഏകദേശം ഒരു 17 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട്. 17 ഇഞ്ചിൽ എടുക്കാനുള്ള കാരണം നമ്മൾ പ്രിൻസസ് പീസുകൾ ജോയിൻറ്റ് ചെയ്ത് വരുമ്പം മേ ബി നമ്മുടെ പീസുകൾ തമ്മിൽ കയറ്റം ഇറക്കം, അതായത് ചില പീസുകൾ കീറിയും ചില പീസ് ഇറങ്ങിയും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്കത് ലെവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണലായിട്ട് കുറച്ച് പാർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലെവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ താഴേക്കൊരു 17 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഷോൾഡറിൽ നിന്ന് ബസ് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത് 10 ഇഞ്ചാണ്. അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് ഒരു 4 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ബസ് പോയിൻറ്റിലേക്ക് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് നേരെ താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്യുവാണ്. ഇനി ഒരു ഓൾമോസ്റ്റ് ഒരു 1.5 അല്ലെങ്കിൽ 2 ഇഞ്ചോളം നമ്മളൊരു ഗ്യാപ്പ് ഇതിനുള്ളിൽ വരയ്ക്കുവാണ്. ബസ് പോയിൻറ്റിൽ നിന്ന് അല്പം കേർവ് ചെയ്ത്, അതായത് ആ ഒരു ബസ്റ്റിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ കേർവ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യുവാണ്. ഞാൻ പറഞ്ഞിരുന്നു ചെസ്റ്റ് സൈസ് നമുക്ക് വരുന്നത് 37 ആണ്. അപ്പോൾ 37 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 9.25 നമുക്ക് വരുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് വേസ്റ്റിലേക്ക് വരുമ്പം വേസ്റ്റ് ലൈനിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 8.25 ആയിരിക്കും. സൈസ് ചാർട്ട് ബേസ്ഡ് ആയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. 8.25 ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ½ ഇഞ്ച് ലൂസ്, 1 ഇഞ്ച് സീം അലവൻസും, അതുപോലെ തന്നെ നമ്മൾ ആ ഇൻ ബിറ്റ്വീൻ പാർട്ട് കട്ട് ചെയ്ത് കളയുന്നത് കൊണ്ട് തന്നെ നമ്മൾ സൈഡിലേക്ക് അവിടെ എത്രയാണോ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് അത്രയും കൂടി അഡീഷണലായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഇനി നമുക്ക് മാർക്കിങ്ങിലൂടെ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രോക്കിന് വേണ്ടി കസ്റ്റമർ നമ്മളോട് പറഞ്ഞിരുന്നത് ഒരു നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ കളർ വേരിയേഷനൊക്കെ തോന്നും, പക്ഷേ നല്ലൊരു കളറാണ്. അതുപോലെ തന്നെ നമ്മളിതിന് വേണ്ടി യൂസ് ചെയ്തിരുന്നത് നെറ്റിൽ വർക്ക് ചെയ്ത മെറ്റീരിയലും അതുപോലെ തന്നെ ക്രേപ്പ് ലൈനിങ്ങുമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പീസിനകത്ത് നമ്മൾ ആ ഇൻ ബിറ്റ്വീനുള്ള പാർട്ട് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ബാക്ക് പീസിൽ വരുമ്പം ഈ ഒരു കട്ടിങ്, അതായത് ഇപ്പം ഞാൻ ഈ കട്ട് ചെയ്യുന്ന പാർട്ട് മാത്രം ഒഴിച്ചിട്ട് അത് നമുക്ക് വേണ്ട, അതായത് അങ്ങനെ ഒരു കട്ടിങ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്ക് ഇതാ നമ്മൾ ഇതുപോലെ ആം ഹോളിൽ നിന്ന് ബസ് പോയിൻറ്റിലെത്തിയ ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിൽ ആം ഹോളിൽ നിന്ന് ബസ് പോയിൻറ്റിലേക്ക് വന്ന ശേഷം കേർവ് ചെയ്യുന്നത് താഴേക്ക് പോകുന്നുണ്ട് ഷേപ്പ് ചെയ്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിലെ സെൻറ്റർ പീസുകൾ വരുന്നത്. ഇനി നമ്മൾ ബാക്കിലെ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നെക്കിന് വേണ്ടി നമ്മൾ വിട്ട് കൊടുക്കുന്നത് 3 ഇഞ്ചും അതുപോലെ തന്നെ ഇറക്കം കൊടുക്കുന്നത് ഒരു 2 ഇഞ്ചുമാണ്. വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു നെക്കാണ്. കോളർ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, കാരണം അത്രയ്ക്ക് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു നെക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ ചെറിയ അളവുകൾ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പീസിന് എടുക്കുന്നത് 3 ഇഞ്ച് വിട്ടും അതുപോലെ തന്നെ 3 ഇഞ്ച് ഇറക്കവുമാണ് നെക്കിന് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് സ്ലീവ്സിന് ഓൾമോസ്റ്റ് ഒരു ലെങ്ത്ത് വേണ്ടത് 5 ഇഞ്ചോളമാണ് നമുക്ക് സ്ലീവിന് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ നമ്മളൊരു 6.5 മെഷർമെൻറ്റിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുവാണ്.
ഇനി നെറ്റിൽ കട്ട് ചെയ്തെടുത്ത സ്ലീവ്സ് നമ്മൾ ലൈനിങ്ങിലോട്ട് വെച്ച് ലൈനിങ്ങും കൂടെ ഒന്ന് സ്ലീവ്സിന് കട്ട് ചെയ്ത് എടുക്കുവാണ്. ഇത് വേണം നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്യാം. ഞാനത് ചെയ്ത് വന്നപ്പം 2 വീഡിയോയിലായെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ബോട്ടം പോർഷനിലേക്കുള്ള പീസുകളാണ്. അപ്പം ഇതാണ് നമ്മുടെ ക്രേപ്പ് ലൈനിങ് ഞാൻ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇട്ടിരിക്കുവാണ്. അപ്പോൾ ക്രേപ്പ് ലൈനിങ് ഞാൻ ഒരു എ ലൈൻ പോലെ വേസ്റ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വേസ്റ്റിൽ നിന്ന് താഴേക്ക് എ ലൈൻ വരുന്നത് പോലെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ബോട്ടം പോർഷനിലേക്ക്, അതായത് വേസ്റ്റിന് താഴേക്കുള്ള പോർഷനിലേക്ക് നമ്മൾ സാധാരണ പ്ലെയിൻ നെറ്റും ക്രേപ്പ് ലൈനിങ്ങുമാണ് യൂസ് ചെയ്യുന്നത്. ലൈനിങ് കട്ട് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ കാണിച്ചു. ഇനി നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം നെറ്റിന് നല്ല ചുരുക്കിയിട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ചുരുക്കമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലെങ്ത്തിൽ, അതായത് വേസ്റ്റ് ടു താഴെ വരെയുള്ള ലെങ്ത്തിൽ മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ചുരുക്കിയിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കുവാണ്. ഇനി നമ്മൾ ബാക്കിൽ സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ സാധാരണ എപ്പോഴും നമ്മുടെ സിപ്പേഴ്സ് ഇൻ ബിറ്റ്വീനായിട്ടാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നെറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ എപ്പോഴും നമുക്ക് 2 ലൈനിങ് ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ ചെയ്യുമ്പോൾ. ഇതിപ്പം വലിയൊരാളുടെ ആയതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ അടിയിലേക്ക് വീണ്ടും ഒരു അഡീഷണൽ ആയിട്ട് ലൈനിങ് കയറ്റുന്നില്ല. പകരം 2 പീസുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സിപ്പേഴ്സ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ അത് പോയി ഡീറ്റെയിൽഡ് ആയിട്ട് കാണുക. അപ്പോൾ ഇവിടെ നമ്മൾ സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യുന്നത് ആദ്യം നമ്മുടെ ബാക്ക് പീസിലെ ലൈനിങ്ങും അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ നല്ല നെറ്റിൻ്റെ ക്ലോത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് പുറമെ നമ്മുടെ സിപ്പേഴ്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ ബാക്കിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് വെച്ച ശേഷം ആദ്യം ഒരു അടിപ്പ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒരടിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും അടിക്കാൻ നേരം നമ്മുടെ സിബിൻ്റെ ട്രാക്കിനോട് ചേർത്ത് വെച്ച് അടിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഫിനിഷ് ചെയ്ത് സിബ് ക്ലോസ് ചെയ്യുമ്പം ഏറ്റവും ചേർന്ന് ഇരിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഒരു വശം ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ ആ ലൈനിങ് ബാക്കിലേക്ക് മാറ്റുമ്പോൾ ഇതുപോലെയായിരിക്കും വരിക. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സിപ്പേഴ്സിൻ്റെ മറ്റേ സൈഡും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇൻവിസിബിൾ സിപ്പേഴ്സ് യൂസ് ചെയ്യുമ്പം എപ്പോഴും സിംഗിൾ ഫൂട്ടേഴ്സ് തന്നെ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സിപ്പറിൻ്റെ ട്രാക്കിനോട് ചേർത്ത് അടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സിംഗിൾ ഫൂട്ടേഴ്സ് ആമസോൺ പോലെയുള്ള സൈറ്റുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തേക്കാം. നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം, ഞാൻ എപ്പോഴും ഒരു റഫ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് ഫെയറായിട്ട് നമ്മുടെ സിബിൻ്റെ ട്രാക്കിനോട് ചേർത്ത് സ്റ്റിച്ച് കൊടുക്കാറ്. ഇനി അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്കിപ്പോൾ അഡീഷണൽ പീസാണല്ലോ നമ്മൾ വെച്ച് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ സൈഡൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ സിപ്പേഴ്സ് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് സിപ്പർ ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. നമുക്ക് ബാക്ക് വശം ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ എക്സസ് ഉണ്ടായിരുന്ന ആ പീസ് അവിടേക്ക് അടിച്ച് ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്കുള്ള നമ്മുടെ ആ പ്രിൻസസ് പീസുകൾ നമുക്ക് ജോയിൻറ്റ് ചെയ്യാം. ഹോളിൽ നിന്ന് താഴേക്ക് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആ പീസുകൾ അതായത് നമ്മുടെ ആ പ്രിൻസസ് വരുന്ന നെറ്റിൻ്റെ വർക്കുള്ള തുണിയും അതുപോലെ തന്നെ നമ്മുടെ ക്രീപ്പ് ലൈനിങ്ങും കൂടെ സൈഡ് വൈസ് ഒന്ന് അടിച്ചതിന് ശേഷമാണ് നമ്മുടെ മെയിൻ പീസിലേക്ക് ജോയിൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിൽ മെയിൻ പീസിൻ്റെ അത്യാവശ്യം പരിപാടികളെല്ലാം തന്നെ തീർന്നു.
അപ്പോൾ സൈഡ് പീസുകൾ ജോയിൻ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ബാക്ക് പീസിൻ്റെ മെയിൻ പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ തയ്യൽ തുമ്പ് കാണുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പ്രിൻസസിൽ കൂടെ പോകുന്ന ആ തയ്യൽ തുമ്പുകൾ നമ്മൾ ലോക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ വേസ്റ്റ് ലൈനിൽ നമ്മുടെ പീസുകൾ തമ്മിൽ കയറി ഇറങ്ങിയിരിക്കുന്നത്. അപ്പം അത് കട്ട് ചെയ്ത് ലെവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ ഞാൻ നിങ്ങളോടൊരു 2-3 ഇഞ്ച് വേസ്റ്റിൻ്റെ ഇറക്കം കൂട്ടിയെടുക്കണമെന്ന് പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിലെ പ്രിൻസസ് പീസുകൾ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ആ നെറ്റ് പീസും കൂടെ ജസ്റ്റ് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം, അതായത് അത് തെന്നി മാറി പോകാതിരിക്കാൻ വേണ്ടി സൈഡ് വശങ്ങൾ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രിൻസസ് പീസുകൾ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വശവും ഇതേപോലെ തന്നെ ജോയിൻറ്റ് ചെയ്തെടുക്കാം. നമുക്ക് തയ്യൽ തുമ്പുകൾ വിസിബിൾ ആവുന്നത് കൊണ്ട് തന്നെ എപ്പോഴും അത് ലോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും പീസുകളിൽ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. നമ്മൾ സാധാരണയൊക്കെ ചെയ്യുമ്പം എപ്പോഴും ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ഷോൾഡർ അടിക്കുന്നത്. അപ്പം നമുക്ക് ഷോൾഡർ ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രോസ് പീസുകൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ സാരി ബ്ലൗസിനൊക്കെ ചെയ്യുന്നത് പോലെ, പക്ഷേ അത്രയും വീതി കുറച്ചിട്ടല്ല. അടുത്തതായിട്ട് നമ്മൾ 30 ഇഞ്ച് നീളത്തിൽ വരുന്ന ഒരു നെറ്റിൻ്റെ പീസ് വിട്ട് നമുക്ക് മാക്സിമം കിട്ടുന്നത്ര നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളത് ചുരുക്കിയിട്ടെടുക്കാനാണ്. പക്ഷേ അതിൻ്റെ ഇറക്കം വരുന്നത് ഒരു 30 ഇഞ്ചോളമാണ്. അപ്പോൾ ഇതിങ്ങനെ ചുരുക്കിയിട്ടെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവ്സിൻ്റെ എൻഡിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒരു ഫ്രില്ല് പോലെ, അതായത് കസ്റ്റമർ അയച്ചു തന്ന പാറ്റേണിൽ അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. അപ്പം നമ്മളിതാ ഇതുപോലെ നെറ്റ് ഫ്രില്ല് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ നെറ്റിൽ വർക്ക് ചെയ്ത തുണിയുടെയും ലൈനിങ്ങിൻ്റെയും ഇടയിലായിട്ട് നമ്മളത് വെച്ച് അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ ചുരുക്കിയിട്ടെടുത്ത നെറ്റിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ നെറ്റിൽ വർക്ക് ചെയ്ത ക്ലോത്ത് നമ്മൾ അടിച്ചു പിടിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതുപോലെ തന്നെ ലൈനിങ് ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ ചുരുക്കിയിട്ടെടുത്ത നെറ്റിൻ്റെ ആ തുമ്പ് ഈ നമ്മുടെ നെറ്റിൽ വർക്ക് ചെയ്ത ക്ലോത്തിൻ്റെയും അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെയും ഇടയിൽ ഉള്ളിലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ പുറത്തേക്ക് തള്ളി വരികയോ വിസിബിൾ ആവുകയോ ഇല്ല. ഇനി നമ്മൾ നമ്മുടെ ഷോൾഡറിലേക്ക്, അതായത് സ്ലീവ്സ് ഷോൾഡറിലേക്ക് ജോയിൻറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ ആ നെറ്റിൽ വർക്ക് ചെയ്ത ക്ലോത്തും അതുപോലെ തന്നെ ലൈനിങ്ങും കൂടെ ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചൊന്ന് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നെറ്റ് ജോയിൻറ്റ് ചെയ്ത ഭാഗത്തൊരു പുറം കാണിയും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ സ്ലീവ്സ് ഇങ്ങനെ ഇടുമ്പം ഈ നെറ്റ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് പോലെയാണ് നമ്മുടെ പാറ്റേണിൽ വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ സ്ലീവ്സ് നമ്മുടെ മെയിൻ പാർട്ടിലേക്ക്, നമ്മുടെ ഗൗണിൻ്റെ യോക്ക് പാർട്ടിലേക്ക് നമുക്ക് ജോയിൻറ്റ് ചെയ്യാം. ഷോൾഡറിൽ ജോയിൻറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് സ്ലീവ്സ് രണ്ടും ഇതുപോലെ തന്നെ, അതായത് നമ്മുടെ ഷോൾഡറിലേക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഈ പാർട്ട് നമ്മൾ ലോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു വേസ്റ്റ് വരെയുള്ള ഒരു പാർട്ടിൻ്റെ ആ ഒരു വലിപ്പം, അതായത് നമ്മൾ കറക്റ്റ് വണ്ണത്തിന് നമ്മൾ അത് അടിച്ചെടുക്കാൻ വേണ്ടി, അതായത് സൈഡുകൾ നമ്മൾ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഒരു വശം നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വശവും അതുപോലെ തന്നെ അടിച്ച് എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് പ്രിൻസസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എത്ര ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടക്കുകൾ യൂസ് ചെയ്തിട്ട് ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബസ്റ്റിൻ്റെ ഷേപ്പ് അതേപോലെ കൊണ്ടുവരാൻ സാധിക്കും.
പക്ഷേ ടക്കുകളെക്കാട്ടിലും എപ്പോഴും ഭംഗിയായിട്ടിരിക്കുന്നത് നമ്മൾ പ്രിൻസസ് ലൈൻസ് അതായത് പ്രിൻസസ് രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതാവും. അപ്പം അത് നോക്കുക. അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലെ ടക്കുകൾ വേണേൽ ഒഴിവാക്കാം. ഫ്രണ്ടിൽ ടക്കുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ വണ്ണത്തിന് വേണ്ടിയിട്ട് നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 3 സ്റ്റിച്ച് നമ്മൾ സൈഡിൽ കൊടുക്കാറുണ്ട്. അപ്പം അതാണ് ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ, അതായത് നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ മെയിൻ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രോസ് പീസുകളാണ്. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്രോസ് പീസുകൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ പീസുകളെ ഒരു മിനിമം ഒരു 45 ഡിഗ്രി ആംഗിളിലെങ്കിലും വെച്ചതിന് ശേഷം വേണം തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് എടുക്കാൻ. അതിനുശേഷം നമുക്ക് ആ എക്സസ് വരുന്ന പാർട്ട്, അതായത് ജോയിൻറ്റ് ചെയ്തതിൽ നിന്നും എക്സസ് ഉള്ള പാർട്ട് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്കിത് നെക്കിലേക്ക്, നമ്മുടെ ഈ ഗൗണിൻ്റെ നെക്കിലേക്ക് ജോയിൻറ്റ് ചെയ്യാം. അതായത് നമുക്കിപ്പം ഇത് നെക്കിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കിലെ ഒരു സൈഡിൽ നിന്ന്, അതായത് സിപ്പിൻ്റെ ഒരു സൈഡിൽ നിന്ന് റൗണ്ട് ചെയ്ത് ഫ്രണ്ട് നെക്കും കവർ ചെയ്ത് ബാക്കിലെ സിപ്പിൻ്റെ അടുത്ത സൈഡിലായിരിക്കും വന്നത് അവസാനിക്കുന്നത്. അതായത് ഫുള്ള് ഒറ്റ സ്ട്രെച്ചിൽ ഒരു വട്ടം അടിച്ചെടുക്കുന്നത് പോലെയാണ് നമ്മൾ ഇത് അടിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ സിപ്പേഴ്സിൻ്റെ പോർഷനിലേക്ക് എക്സസ് ആയിട്ട് ഒരല്പം തുണി മുൻപോട്ട് കയറ്റിയിട്ടതിന് ശേഷം അത് ബാക്കിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഏരിയ ഈ ഒരു വീഡിയോയുടെ സെക്ഷനിൽ അത്ര ക്ലിയർ അല്ല. കാരണം നമ്മുടെ ക്യാമറയുടെ ഡയറക്ഷൻ മാറിയത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ട് കാണാൻ പറ്റാതെ ആയിപ്പോയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുൻപേ പറഞ്ഞത്, നമ്മൾ ബ്ലൗസിൻ്റെയൊക്കെ നെക്ക് ഫിനിഷ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഗൗണിനും നെക്ക് സെറ്റ് ചെയ്ത് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഇത് ഫിനിഷ് ചെയ്യുന്നതിനായിട്ട് ഉള്ളിലേക്ക് മടക്കി വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൗസിനൊക്കെ ഹെമ്മ് ചെയ്ത് കൊടുക്കുന്നത് പോലെ നമുക്ക് ഉള്ളിലേക്ക് മടക്കി ഹെമ്മ് ചെയ്തെടുക്കാം. പിന്നെ എക്സാക്റ്റ് കളർ നൂലാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല. ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ പുറമേ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിസിബിൾ ആകുന്നുണ്ട് എങ്കിൽ ഹെമ്മിങ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു എക്സാക്റ്റ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നെക്കിൻ്റെ പാർട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നെ വിടുന്നത്. അങ്ങനെ നമ്മുടെ ഷോൾഡർ തൊട്ട് യോക്ക് വരെയുള്ള പാർട്ടിലെ എല്ലാ പരിപാടികളും നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ബോട്ടം പാർട്ടിലേക്ക് പോകാം. ബോട്ടം പാർട്ടിലേക്ക് പോകുമ്പം നമ്മുടെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് എ ലൈനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അഡീഷണലായിട്ട് ചുരുക്കിടേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ അതിന് മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നെറ്റ് നമ്മൾ നല്ല രീതിയിൽ ചുരുക്കിയിട്ട് നല്ല തിക്നെസ്സോടുകൂടി ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ നെറ്റിന് നല്ല രീതിയിൽ ചുരുക്കിയിട്ട് എടുക്കാം. അപ്പോൾ താഴേക്ക് നമുക്ക് എന്തോരം നെറ്റാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത്രയും ഞാൻ ചുരുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 6 മീറ്ററോളം നെറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സ്ലീവ്സിൽ യൂസ് ചെയ്ത നെറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ബോട്ടം വേസ്റ്റിൽ നിന്ന് താഴെ വരെയുള്ള ചുരുക്കിയിട്ടെടുത്ത നെറ്റും കൂടി ഓൾമോസ്റ്റ് ഒരു 6 മീറ്ററോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി വന്ന, അതായത് സ്ലീവ്സിന് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വന്ന മുഴുവൻ നെറ്റും ഞാൻ ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം ഞാൻ ആ ഒരു പീസുകളാണ് വട്ടത്തിൽ അടിച്ചെടുത്ത ശേഷം, അതായത് പീസുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വേസ്റ്റിലേക്ക്, നമ്മുടെ യോക്ക് പാർട്ടിലേക്ക് ജോയിൻറ്റ് ചെയ്ത് അതൊന്ന് എടുക്കുവാണ്. അപ്പം നമ്മൾ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈനിങ്, അതായത് ബോട്ടം പാർട്ടിലേക്കുള്ള നമ്മുടെ എ ലൈനായിട്ട് കട്ട് ചെയ്തെടുത്ത നമ്മുടെ ലൈനിങ്ങിൻ്റെ ഒരു വശങ്ങൾ തമ്മിൽ നമ്മളൊന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കുവാണ്.
അതുപോലെ തന്നെ മറ്റേ സൈഡും നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 2 സൈഡും ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്കിത് നമ്മുടെ ഫ്രോക്കിൻ്റെ വേസ്റ്റ് ലൈനിലേക്ക് ജോയിൻറ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് പീസിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ ഗൗണിൻ്റെ എല്ലാ പരിപാടികളും ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. യോക്ക് ഇതുപോലെയാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ കസ്റ്റമർ വെയർ ചെയ്തിട്ടുള്ള ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റ ബൈ ബൈ.